16-ാം ദിവസം തച്ചനപ്പൻ. മനോഹരമായ തലക്കെട്ടായിരുന്നു അത്. മാലാഖയപ്പൻ. മനസ്സുടക്കുന്ന ആ തലക്കെട്ടിന് താഴെയായി അതിലും ഭംഗിയുള്ള അതിവിശിഷ്ടമായൊരു ചിത്രം. ഗെത്സമനിൽ മാലാഖയുടെ തോള് ചാരിയിരിക്കുന്ന ക്രിസ്തു എത്രയോ വട്ടം കണ്ടിട്ടുള്ളതാണല്ലേ. എന്നാൽ ഇവിടെ ചിത്രത്തിലെ മാലാഖയുടെ മുഖം യൗസേപ്പിതാവിൻ്റെതാണ്. ഒറ്റപ്പെടലിന് ഗെത്സമൻ രാത്രിയിൽ തൻ്റെ മകനെ തനിച്ചാക്കി കളയാതെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ജോസഫ്, മാലാഖയപ്പൻ. ക്രിസ്മസിന്റെ മനോഹാരിതയിൽ നക്ഷത്രങ്ങളുടെയും മാലാഖമാരുടെയും ഗീതങ്ങളുടെയും ഇടയിൽ പലപ്പോഴും നാം മറന്നുപോകുന്ന എന്നാൽ ഏറ്റവും കരുത്തുറ്റ ഒരു സാന്നിധ്യമാണ് വിശുദ്ധ യൗസേപ്പിതാവ് എന്ന തച്ചനപ്പൻ്റേത്. ബൈബിളിൽ ഒരിടത്തും അദ്ദേഹം സംസാരിക്കുന്നതായി നാം കാണുന്നില്ല. എന്നാൽ ആ അപ്പൻ്റെ പ്രവൃത്തികൾ വാക്കുകളേക്കാൾ ഉച്ചത്തിൽ ഇന്നും മുഴങ്ങുന്നുണ്ട്. ഭൂമിയിൽ ദൈവഹിതത്തിന് നിശബ്ദമായി കാവൽ നിന്നൊരു മനുഷ്യൻ, കയ്യിൽ ഉളിയും മുഴക്കോലുമേന്തി മരത്തോട് മല്ലിട്ടിരുന്ന നസ്രത്തിലെ ആ തച്ചൻ ചരിത്രത്തിലെ വലിയ ദൗത്യം ഏറ്റെടുത്തു. ദൈവപുത്രനെ വളർത്തു പിതാവാകുക. ദൈവദൂതന്റെ സ്വരം കേട്ടപ്പോൾ സ്വന്തം യുക്തിയെ മാറ്റിവെച്ച് ദൈവഹിതത്തിന് മുമ്പിൽ ശിരസ് നമിച്ചു നിന്നു. നസ്രത്തിൽ നിന്ന് ബേത്ലഹേമിലേക്കുള്ള ദുർഘടമായ പാതയിൽ പൂർണ്ണ ഗർഭിണിയായ മറിയത്തിന് അവൻ ഊന്നുവടിയായി. ആ യാത്രയിൽ തളരാത്ത മനസ്സുമായി അവൻ മുൻപിൽ നടന്നു. സത്രവാതിലുകൾ ഓരോന്നായി കൊട്ടിയടയ്ക്കപ്പെട്ടപ്പോൾ നിരാശനാകാതെ ഒരു കാലിത്തൊഴുത്തെങ്കിലും കണ്ടെത്താൻ അദ്ദേഹത്തിലെ കുടുംബനാഥൻ വെമ്പൽ കൊണ്ടു. അദ്ദേഹം വെറും ഒരു മരപ്പണിക്കാരനായിരുന്നില്ല, ദൈവത്തിൻ്റെ കാവൽ ഭടനായി മാറുകയായിരുന്നു. വിയർപ്പൊഴുക്കി അധ്വാനിച്ച് ഒരു കുടുംബത്തെ പുലർത്തുമ്പോൾ അവൻ ദൈവത്തിന് അപ്പവും സംരക്ഷണവും നൽകുകയായിരുന്നു. ദൈവപുത്രനെ സ്വന്തം നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവന് അപ്പ എന്ന് വിളിക്കാൻ അവകാശം കൊടുത്ത ആ തച്ചനപ്പനും അദ്ദേഹത്തിൻ്റെ ജീവിതവും നമുക്കെന്നും വലിയ മാതൃകയാണ്. ആമേൻ.